ഇത് ഖജുറാഹോ. ഭാരത മഹാക്ഷേത്ര സമുച്ചയങ്ങളിലെ വാഹിചുമരുകളിൽ എങ്ങനെ കാമകലകളുടെ നഗ്നശില്പങ്ങൾ കൊത്തിവയ്ക്കപ്പെട്ടു എന്ന അത്ഭുതാശങ്കകളിലേക്ക് ഒരു യാത്ര. 9-ാം നൂറ്റാണ്ടിനും 11-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഈ മഹാനിർമ്മിതികളെല്ലാം തന്നെ രൂപം കൊണ്ടത്. ഇവിടെയുള്ള ഒട്ടുമിക്ക മഹാനിർമ്മിതികളും ആക്രമണങ്ങളാലും പ്രകൃതിക്ഷോഭങ്ങളിൽപ്പെട്ടും ഇന്ന് അപൂർണങ്ങളാണ്. പുതു ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി പഴയ ആശയങ്ങളുടെ മഹാനിർമ്മിതികളെല്ലാം തകർത്തല്ലേ നമുക്ക് പരിചയം. 9-ാം നൂറ്റാണ്ടിന്റെ പാതിയിൽ ചന്ദേൽ രാജവംശ പരമ്പരയാണത്രേ ഈ മഹാനിർമ്മിതികൾക്ക് തുടക്കമിട്ടത്. തുടർന്നുള്ള 2 നൂറ്റാണ്ടുകളിൽ അവരുടെ വംശപരമ്പര തങ്ങളുടെ ആശയങ്ങൾ കൂടി ഈ ചുമരുഭിത്തികളിലേക്ക് കൊത്തിയെടുക്കുകയായിരുന്നു. ഉത്സാഹഭരിതരായി ഇന്റർനെറ്റിൽ ഖജുരാഹോ എന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടുന്ന മഹാ അറിവുകൾക്കും അപ്പുറം എനിക്ക് തോന്നിയ ഇത്തിരി ചെറിയ കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. പ്രകൃതിയുടെ വ്യത്യസ്ത ഭാവങ്ങളായ ഇരുളും വെളിച്ചവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക തരം നിർമ്മിതിയാണ് ഇവിടെ എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. അത് പൂർണ്ണമായും നമ്മൾ അടുത്തറിയട്ടെ എന്ന് കരുതിയാവാം അമ്പലത്തിനുള്ളിലെവിടെയും വൈദ്യുത അലങ്കാരങ്ങളോ മറ്റു വെളിച്ചത്തിന്റെ അതിപ്രവാഹമോ എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. നമ്മുടെ കേരളത്തിൽ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഭാഗമാണിത്. എന്നാൽ ഇവിടെ പക്ഷേ ഈ വിഗ്രഹം ജ്വലിക്കുന്നത് നിലവിളക്കിന്റെയോ അതുപോലെയുള്ള മനുഷ്യനിർമ്മിതമായ ഒരു പ്രകാശത്തിന്റെയോ വെട്ടത്തിലല്ല, മറിച്ച് സൂര്യപ്രകാശത്തിലാണ് എന്നതാണ് സത്യം. അല്ലെങ്കിൽ പ്രകൃതിയുടെ താളത്തിനൊത്ത് വാസ്തുശില്പത്തെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. പൗർണമി രാത്രികളിലാണത്രേ ഈ ക്ഷേത്ര സമുച്ചയത്തിന് ഒരു അജ്ഞാത ഭംഗി കൈവരുന്നതും ആ ദർശനഭാഗ്യം ഉണ്ടായാലാണത്രേ ഖജുരാഹോയുടെ ഈ നഗ്നശില്പങ്ങളുടെ കാഴ്ചകൾ നമുക്ക് പൂർണ്ണമാകുന്നത്. നാം എന്ത് കാര്യം പറയുമ്പോഴും ഒരു കാര്യം പ്രത്യേകം പറയാറുണ്ട്, എന്റെ ജനനം മുതൽ മരണം വരെ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ആ സംഭാഷണം അവസാനിപ്പിക്കുക. നമ്മൾ ഈ ഭൂമിയിലേക്ക് പിറവിയെടുക്കുവാനായി പ്രകൃതി ജീവജാലങ്ങൾക്ക് നൽകിയ വരദാനം സംഭോഗം. ചിലർ അതിനെ പാപമായി കണ്ടുകൊണ്ട് അതിലേർപ്പെടും. മറ്റു ചിലരാണെങ്കിൽ ഒരുപാട് ലജ്ജയോടുകൂടിയാണ് സംഭവത്തിലേർപ്പെടുക. വേറെ ചിലരാവട്ടെ നിവൃത്തികേടുകൊണ്ട്, മറ്റു ചിലർ ഭയത്തോടെ, മറ്റു ചിലർ കലയായി അതിനെ കാണുന്നു. ലൈംഗികതയിൽ ആധ്യാത്മികത കാണുന്നവർ, മരണത്തിന് തൊട്ടു മുൻപേ പോലും ലൈംഗികത ആസ്വാദിക്കുന്നവർ, ഇങ്ങനെയെല്ലാമുള്ള വ്യത്യസ്ത ഭാവങ്ങളിൽ കൊത്തിയ ഈ ശില്പങ്ങളെ വാക്കുകളിലേക്ക് പകർത്തി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒത്തിരി കഠിനം തന്നെ. ഈ ശില്പങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, നശിച്ചു പോകുന്ന ഈ ശരീരമല്ലേ സത്യം, ആത്മാവ് എന്നത് സങ്കല്പം മാത്രമല്ലേ. ഇതുവരെ ഇവിടെ ഞാൻ പറഞ്ഞത് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ്. ഇനി പുസ്തകത്താഴിലൂടെയും ഇന്റർനെറ്റിലൂടെയും ഞാനറിഞ്ഞ ഖജുരാഹോ വിജ്ഞാനത്തിലേക്ക്. 1986 ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഖജുരാഹോ പക്ഷേ പുതുതലമുറയ്ക്ക് നൽകുന്നത് അശ്ലീല കാഴ്ചകളും സന്ദേശങ്ങളുമാണോ എന്ന ചോദ്യം ചിലർക്കുള്ളിലെങ്കിലും ഉയർന്നിരിക്കാം. ഇതിനുള്ള മറുപടി ചരിത്രത്തിൽ തിരിഞ്ഞു നോക്കാം. പുട്ടകാലത്ത് ബോധധർമ്മന്റെ ആശയപ്രഭാവലയത്തിൽപ്പെട്ട് ഒരു പറ്റം ചെറുപ്പക്കാർ ബ്രഹ്മചര്യമോ സന്യാസമോ തെരഞ്ഞെടുക്കുകയും മോക്ഷപ്രാപ്തിക്ക് ഉള്ള ഒരേ ഒരു മാർഗം അതുമാത്രമാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു അത്രേ. വളർന്നുവരുന്ന പുതുതലമുറ അങ്ങനെ ചിന്തിച്ചാൽ ഉണ്ടാകാവുന്ന അപകടം മണത്തറിഞ്ഞ ഒരു ജനത അവരെ തിരികെ ഗൃഹസ്ഥധർമ്മത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി രാജ്യം മുഴുവനും ഇതുപോലുള്ള മന്ദിരങ്ങൾ പണിയുകയും യോഗവും കാമവും ഒരുപോലെ ജീവിതത്തിൽ പ്രാധാന്യമർഹിക്കുന്നു എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു അത്രേ. ഇത്തരത്തിലുള്ള ഒത്തിരി വിവരണങ്ങൾ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിൽ ഒരു കഥ മാത്രം എനിക്ക് വളരെ ഇഷ്ടമായി. രാജപുരോഹിതൻ ഹേമരാജിന്റെ പുത്രി ഹേമവതി സരോവറിൽ സന്ധ്യാസമയത്ത് കുളിക്കുമ്പോൾ ആകാശത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ചന്ദ്രദേവന് ഹേമവതിയോട് അടങ്ങാനാവാത്ത ആഗ്രഹം ഉണ്ടാവുകയും പിന്നീട് അവർക്ക് ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു അത്രേ. ചന്ദ്രവർമ്മൻ എന്നു പേരുള്ള അവരുടെ ആ പുത്രനാണത്രേ പിന്നീട് ചന്ദേൽ രാജവംശ പരമ്പര സ്ഥാപിച്ചത്. ഒരു ദിവസം ചന്ദ്രവർമ്മന്റെ സ്വപ്നത്തിൽ അമ്മ ഹേമവതി പ്രത്യക്ഷപ്പെടുകയും വളർന്നുവരുന്ന ഒരു തലമുറ കാമത്തെ ഭീതിയോടും ലജ്ജയോടും പാപഭാരത്തോടും കൂടിയാണ് കാണുന്നതെന്നും അവരുടെയെല്ലാം ആശങ്കകൾ ഇല്ലാതാക്കാൻ തക്കവണ്ണമുള്ള ഒരു മഹാനിർമ്മിതി പണികൾപ്പിക്കുവാനും ആജ്ഞാപിച്ചു അത്രേ. എന്തായാലും ഇവിടെ വന്ന് ഈ വസ്തുതകളൊക്കെ കാണുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിലെ യോഗിയും ഭോഗിയും തമ്മിൽ ആശയപരമായി ഒരു ദ്വന്ദ്വയുദ്ധം നടത്തും എന്നുള്ളത് ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു സ്ത്രീകളെ വെറും ഭോഗവസ്തുവായി മാത്രം കാണുന്നവർക്ക് ഖജുരാഹോ ശില്പങ്ങൾ അശ്ലീലത മാത്രമായിരിക്കാം. എന്നാൽ പക്ഷേ ദേവിയായി, രുദ്രയായി, അമ്മയായി, കാമിനിയായും കലാകാരിയായും അങ്ങനെ ഒട്ടനവധി സ്ത്രീഭാവങ്ങളിലൂടെയാണ് ഈ ശില്പങ്ങൾ കടന്നുപോകുന്നത്. ലളിതമായി പറയുകയാണെങ്കിൽ
ഈ ശില്പഭംഗികളിൽ എവിടെയെങ്കിലും നമുക്ക് അശ്ലീലത ദർശിക്കുകയാണെങ്കിൽ അതിനെ ഒരു കലാകാരന്റെ കലാസൃഷ്ടിയായി മാത്രം കണ്ടാൽ മതി. ഇതെല്ലാം ദർശിച്ച് ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിൽ ഒരേ ഒരു ചോദ്യം ഉയർന്നുകൊണ്ടേയിരുന്നു. പൗർണമി രാത്രികളിലെ ചന്ദ്രരശ്മികൾ എന്തു മായാജാലമായിരിക്കും ഈ ശില്പങ്ങളിൽ തീർക്കുന്നത്? നഗ്നയായി കുളിച്ചുകൊണ്ടിരുന്ന ഹേമവതിയിൽ സ്വന്തം പ്രകാശം പതിച്ചപ്പോൾ ചന്ദ്രഭഗവാന് പോലും കാമം നിയന്ത്രിക്കാൻ സാധിച്ചില്ല എന്നതാണ് വസ്തുത എങ്കിൽ പൗർണമി രാത്രികളിൽ ഈ നഗ്നശില്പങ്ങളിലേക്ക് നിലാവ് പതിക്കുമ്പോൾ ഏതു തരത്തിലുള്ള അനുഭൂതിയായിരിക്കും നമ്മിലേക്ക് അഭിനിവേശിക്കുക?